ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 4ാമത് ശാഖ ദേശീയപാതയിലെ 55-ാം മൈലിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് എം.എൽ.എ. എൻ. ശംസുദ്ദീൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ബാങ്ക് ജീവനക്കാരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ബാങ്കുകൾ സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല സാമൂഹ്യ സുരക്ഷയും ആരോഗ്യ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിലുമൊക്കെ ഇടപെടുന്ന വലിയൊരു സഹകരണ പ്രസ്ഥാനമായി മാറിയിട്ടുണ്ടെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. സഹകരണ ബാങ്ക് പ്രദേശത്തുണ്ടായാൽ ഏതൊരു സാധാരണക്കാരനും എപ്പോൾ വേണമെങ്കിലും ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ കൂടുതൽ വിശ്വാസമുള്ളതായാൽ മാത്രമേ സാധാരണക്കാരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരുപാട് പ്രയാസമേറിയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സാമ്പത്തികമായ പ്രതിസന്ധിയെ മറികടന്ന് ഒരുപാട് ഈ സമൂഹത്തെ നയിച്ച ഒരു ബാങ്കാണ് ചെത്തല്ലൂർ ബാങ്ക്. അതുതന്നെയാണ് ഈ ഒരു കൂട്ടായ്മയിൽ ഇവിടെ പ്രകടമാകുന്നത്. എല്ലാവരുടെയും സാന്നിധ്യം, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുണ്ട്, വ്യാപാരികളുണ്ട്, കർഷകരുണ്ട്, സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പിന്തുണ, വിശ്വാസം ആർജിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സഹകരണ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ജനവിശ്വാസം കൂടുതൽ ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കൂടുതൽ സുതാര്യമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും താങ്ങും തണലുമായി നിൽക്കുന്ന ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്തുന്നത് സാധാരണക്കാരുടെ ഒരു ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന സഹകരണ മാരണ നിയമം വലിയൊരു ഭീഷണിയായിട്ട് നിലനിൽക്കുക. പ്രാദേശിക സഹകരണ സംഘങ്ങളുടെ ശക്തി ചോർത്തുന്ന തരത്തിൽ, അതുപോലെ തന്നെ അവരുടെ എല്ലാം ഭരണകാര്യങ്ങളിലൊക്കെ അവിഹിതമായി ഇടപെടുന്നത് ഒരു അനാശാസകരമായിട്ടുള്ള നടപടിയാണ്. സത്യത്തിൽ ഇന്റർ സ്റ്റേറ്റ് സഹകരണ ബാങ്കുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇത് എത്തിപ്പെടുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാടൻ മുറിച്ചുകൊണ്ട് വി.കെ. ശ്രീകണ്ഠൻ എം.പി. നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് പി.ടി. ഹസൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി കെ. അഷറഫ് റിപ്പോർട്ട് അവതരണം നടത്തി. അഡ്വക്കേറ്റ് എൻ. ശംസുദ്ദീൻ എം.എൽ.എ. ലോക്കർ ഉദ്ഘാടനം നടത്തി. ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെ നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ബാങ്കാണ്. ഓരോ കോപ്പറേറ്റീവ് ബാങ്കുകളും അങ്ങനെയാണ്. അത് നാട്ടിലെ ആ നാട്ടുകാരുടെ സ്വന്തം ബാങ്കാണ്. അവരുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും, ചെറുതും വലുതുമായ സാമ്പത്തിക ആവശ്യങ്ങൾക്കുമുള്ള അത്താണി ഈ സർവീസ് ബാങ്കാണ്. അവരുടെ കയ്യിലുള്ള ഏത് നിക്ഷേപവും അവർ കൊണ്ടുപോയി സൂക്ഷിക്കുന്നത് ഈ ബാങ്കിൽ. അതെല്ലാ സർവീസ് ബാങ്കുകളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ റിപ്പോർട്ട് സ്വാഗതത്തിൽ പറഞ്ഞല്ലോ, 1,200 കോടി രൂപയോളം ആസ്തിയുള്ള ഒരു ധനകാര്യ സ്ഥാപനമായി, ഒരു ബാങ്കായി ഇന്ന് 74 കൊല്ലം മുമ്പ് നാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ച ഈ ധനകാര്യ സ്ഥാപനം മാറിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ, ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ ഏത് സാമ്പത്തിക പ്രശ്നങ്ങളുടെയും പരിഹാരം ഈ ബാങ്കാണ്. അപ്പൊ ഈ ബാങ്ക് കൂടുതൽ ശക്തമായി ഇവിടെ നിലനിൽക്കണം. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി. ഉദയൻ അത്തിപ്പറ്റക്കളം രാധാകൃഷ്ണനിൽ നിന്ന് ആദ്യ നിക്ഷേപം ഏറ്റുവാങ്ങി. മുൻ പ്രസിഡന്റുമാരായ സി.പി. രവി, കെ. രവീന്ദ്രൻ, ഇ.കെ. മൊയ്തുപ്പു ഹാജി, കരിമ്പനക്കൽ ഹംസ എന്നിവരെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി.എം. സലീം ആദരിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ.ജി. സാബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ കുഞ്ഞി മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തങ്കം മഞ്ചാടിക്കൽ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി.പി. സുബൈർ, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം എൻ. അബൂബക്കർ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം വി.പി. റഷീദ്, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ മുസ്ലിം ലീഗിലെ കെ. ഹംസ, കോൺഗ്രസിലെ വി. രാമൻകുട്ടി ഗുപ്തൻ, സി.പി.ഐയിലെ സി. ജയൻ, ബി.ജെ.പിയിലെ അഖിൽ ദേവ് എന്നിവർക്കൊപ്പം സിഇഒ ടി.പി. മൻസൂർ അലി, കെ.സി.എഫ്. കെ.പി.കെ. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഡയറക്ടർ കെ. മുരളി ചടങ്ങിന് നന്ദി അറിയിച്ചു. നിലവിലെ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു. CCN ചെത്തല്ലൂർ.